നീ ഹായ്. അപ്പം ഇന്ന് ചെറിയൊരു ഇടിയാണ് കേട്ടോ, ഒരു വിശേഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കൈ കുഴയുണ്ടോ? പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവൻ്റെ കൈ കുഴഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ പോവാൻ റെഡി ആയിട്ടോ, അവരെല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഞാനും കൂടി റെഡി ആവാനുള്ളൂ. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഇതിനകത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയിലാണ് കേട്ടോ, ലൈഫ് മിഷൻ പദ്ധതിയിലാണ് വീട് പാസ്സായത്. അപ്പോൾ വീട് പാസ്സായാൽ ഫസ്റ്റ് നമ്മൾ പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ആക്കി കൊടുക്കണം. ഇവരെന്താ ഒച്ചുണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇവരെ ചെരുപ്പിന് വേണ്ടിയിട്ട് ഒരു ബഹളം കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ദിവസമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ. പണി സ്ഥലത്തു നിന്ന് തന്നെയായിരുന്നു പോവൽ. സാറിനോട് ഞാൻ പറഞ്ഞു ലീവ് എടുക്കണമെന്ന് വെച്ചപ്പോൾ സാറ് പറഞ്ഞു ലീവ് എടുക്കേണ്ട രമ്യ, ഒഴിവുള്ള സമയത്ത് പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക, വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടി, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയിട്ടുണ്ട്, ഇന്ന് അത് കിട്ടും. അപ്പോൾ അത് രണ്ടും ആയിട്ട് ഇനി പഞ്ചായത്തിൽ നമ്മളത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ പെർമിറ്റിനുള്ള അപേക്ഷ വെക്കണം. പിന്നെ എന്താ 200 രൂപയുടെ ഒരു മുദ്ര പേപ്പർ വേണം. പിന്നെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, 2 ഫോട്ടോ, പിന്നെ നമ്മൾ തൊഴിൽ കാർഡില്ലേ, തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായിട്ടുള്ള തൊഴിൽ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വെക്കണം. പിന്നെ സ്ഥലത്തിൻ്റെ നികുതി അടച്ചതിൻ്റെ കോപ്പി വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കിയിട്ട് കുറേ പേപ്പറുകളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷിക്കാൻ നമുക്ക് നികുതി അടച്ച ഷീട്ടും ആധാർ കാർഡും മതി. കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ നമ്മുടെ ആധാരോ നികുതി അടച്ച ഷീട്ടും അതുപോലെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് പോയാൽ മതി. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവുകയാണ്, ഉപകാരം ആയിക്കോട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത്, അല്ലാതെ ഒന്നുമല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ എന്തെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറേ നാളായിട്ടുള്ളൊരു ഇതായിരുന്നു ഒരു വീടെന്ന് പറയുന്നത്. പക്ഷെ ഒന്നും തുടക്കമാണ്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. എവിടെ എത്തും, എങ്ങനെ ചെയ്യാൻ കഴിയും, ഒന്നും അറിയില്ല. മുന്നോട്ട് എങ്ങനെ എന്തെന്നൊന്നും മുന്നിൽ ഒന്നും കയ്യിലില്ല, ഒക്കെ തുടങ്ങണം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള പേപ്പറുകളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് എനിക്ക് ലോങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല. എന്നാലും ഞാൻ ചെറിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം. ഇവൻ ഇത്ര നേരം ചെരുപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കായിരുന്നു കേട്ടോ. ഇതെവിടെയായിരുന്നു? ആണ്. അയ്യോ, റേഷൻ കാർഡ് ഇത്ര ദിവസം ഞാൻ ഇവിടെ കിടന്ന് തെരഞ്ഞാടാ. ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അയ്യോ, ഈ സമയത്ത് തന്നെ അത് കിട്ടി. റേഷൻ കാർഡ് എന്നാലും മറ്റേ നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് പോലത്തെ കാർഡില്ലേ, ആ ചേട്ടായിക്ക് കിട്ടിക്കൊടു. ക്രെഡിറ്റ് കാർഡ് പോലത്തെ കാർഡ് അതെനിക്ക് കിട്ടിയായിരുന്നു. ഈ കാർഡ് ഞാൻ കുറേ തിരഞ്ഞു. അപ്പോൾ ഇവർ വീട്ടിലായിരുന്നല്ലോ, വയ്യാത്തതുകൊണ്ട് സുഖമില്ലാതെ ഇപ്പോൾ അവർ വീട്ടിലാക്കിയതാണല്ലോ. എന്നിട്ട് ഇവരോട് ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് എവിടാ കണ്ടോടാ, എവിടെയാന്ന് അറിയുമെന്ന്. ഇപ്പം അതും കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനമായി. എൻ്റെ മനസ്സിലൊരിതുണ്ടായിരുന്നത് എവിടെയായിരിക്കുമെന്ന്. പിന്നെ അവൻ തന്നെയാണ് അരി വാങ്ങി വരുമ്പോഴൊക്കെ ഇവൻ തന്നെയാണ് അത് പിടിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതും എല്ലാത്തിനും. ഞാൻ അരി വാങ്ങി വരുമ്പോഴേ അപ്പോൾ അവൻ തന്നെയാണ് എല്ലാം അറിയുക കൂടുതലും. അതുപോലെ തന്നെ ചേട്ടായിക്കുട്ടി അത് എടുത്തു തന്നു കേട്ടോ. താങ്ക് യു. പറയടാന്നോ? അപ്പോൾ എല്ലാവർക്കും സന്തോഷമായോ? ആർക്കാ സന്തോഷമില്ല? ഇവർക്ക് ശേഷം സന്തോഷക്കുറവുണ്ട് കേട്ടോ. എന്താന്ന് സന്തോഷക്കുറവ് എന്താ? അത് സ്കൂളിൽ പോകണം മാത്ര. അച്ഛൻ 2-3 ദിവസമായിട്ട് വിരുന്ന് പോയതാണ്. വയനാട്ടിൽ എന്താ പറയുക, കുടുംബക്കാരെ വീട്ടിൽ കൂടിയൊക്കെ ഓണം ആഘോഷിക്കാനും വിരുന്ന് കൂടാനൊക്കെ പോയതാണ്. അപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ടില്ല. ഒന്നാമത് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോക്ക് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല.
മൂപ്പര് പോയിട്ട് ഇതുവരെ വന്നില്ല. 3-4 ദിവസമായി പോയിട്ട് വരട്ടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അല്ലേ. അപ്പോൾ അത് അങ്ങനെ വിരുന്ന് പോയവരൊക്കെ പോയി വരുമ്പോഴത്തേ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം അല്ലേ അത് കൂട്ടാ അല്ലേ. അപ്പോൾ എൻ്റെ കൈ കുഴയുന്നു. സമയം എത്രയായി മോൻ്റെ? അപ്പം ഈ പേപ്പറുകളൊക്കെ ആക്കി ഞാനിത് കൊണ്ട് കൊടുക്കട്ടെ. ഇന്ന് പഞ്ചായത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ ഇന്നത് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ എന്താ പറയുക, വീടിൻ്റെ ഒരു ഇത് കാണുമ്പോൾ ഒത്തിരി പേര് നമ്മളെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിലിങ്ങനെ ഒരുപാട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ അറിയണം, നിങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ളൊരു സന്തോഷം കൊണ്ടുകൂടിയാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു പറയൂ കൊടു. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ നമ്മളെ വീട് ലൈഫ് മിഷനിൽ വീട് പാസ്സാകുമ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലെ വരുമാന സർട്ടിഫിക്കറ്റും കൈവശാവകാശമാണ്. അതിന് ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ആവട്ടേതും കൂടി കെട്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൊടു താങ്ക് യു പറ. ഓക്കെ താങ്ക് യു.